പാറു ഞാൻ പോണേ. ശരി ചേച്ചി, എന്നാ ഞാൻ പോയിട്ട് വരാം. നീ പോയിട്ട് വാ. പാറു പാറു സ്കൂളിൽ പോവാൻ വരുന്നില്ലോ. നീ തൂങ്ങ്. കേസു ഓ നേത്തേക്ക് എങ്ക ഇരുന്ന? ഞാൻ പറഞ്ഞില്ല ആൻറ്റി, വർക്കിന് പോയിരുന്നു. വർക്ക് കഴിഞ്ഞപ്പോൾ ലേറ്റ് ആയിപ്പോയി. എന്താ അമ്മായി ഇങ്ങനെ നോക്കണേ? ഇന്നലെ ഞാൻ നിന്റെ അടുത്ത് എന്തോ പറഞ്ഞു? എത്ര വൈകിയാലും കുഴപ്പമില്ല, കാറ്ററിംഗ് വർക്ക് കഴിഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞോ? ഓ ഓ ഓ അമ്മ ഇന്നലെ ഭയങ്കരമായിട്ട് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ അവൻ്റെ ആകാശിന്റെ വീട്ടിൽ പോയി കിടന്നിറങ്ങിയിട്ട്. അന്ന് ഇവിടെ വരാത്തത്? ആകാശിന്റെ വീട്ടിൽ പോണ എന്തിന്? വണ്ടി കിട്ടിയില്ല, അതുകൊണ്ട് വന്നില്ല. അന്ന് വണ്ടി കിട്ടാത്ത? ഇത് എറണാകുളം സിറ്റി അല്ലേ, ഏത് വാതിലേക്കും വണ്ടി കിട്ടുമല്ലോ. എന്തൊരു കഷ്ടം, എന്തൊക്കെ ചോദ്യം ഇത്. ഇതിന് ചോദിക്കണ്ടേ? വണ്ടി കിട്ടിയില്ല, ഞാൻ വന്നില്ല, അത്ര തന്നെ. എന്താ മോളെ? അമ്മ ഇന്നലെ വർക്ക് കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണോന്ന് ഇവന്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണ്. അമ്മൂമ്മ കാറ്ററിങ്ങിന്റെ പരിപാടി കഴിഞ്ഞപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ബസ്സൊന്നും കിട്ടിയില്ല. ഇങ്ങോട്ടുള്ള ബസ്സൊക്കെ തീർന്നുപോയി. ഞാൻ നേരെ ആകാശിന്റെ വീട്ടിൽ പോയി അവിടെ കിടന്ന്. എടാ നീ പിന്നെ ആകാശിന്റെ വീട്ടിൽ എങ്ങനെ പോയത്? അവന്റെ വണ്ടി പോയി. പിന്നെ അവന്റെ അടുത്ത് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞ പോരായിരുന്നോ? അവന് പിന്നെ അവന്റെ വീട്ടിൽ പോണ്ടേ? ആഹാ, അപ്പൊ നിനക്ക് നിന്റെ വീട്ടിൽ വരണ്ടേ? എന്റെ അമ്മായി അവന്റെ വീട്ടിൽ ആപ്പാട് അവന്റെ അമ്മയും അവന്റെ അമ്മൂമ്മയും മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഇവിടെ വേറെ ആരുണ്ടോ? ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. എടാ ഇന്നലെ അപ്പുറത്തെ വീട്ടിൽ കള്ളം കയറിയെന്ന്. അപ്പുറത്തെ വീട്ടിൽ കള്ളം കയറിയത് ഞാൻ എന്തിനാണ്? ഇവിടെ അല്ലല്ലോ കയറിയത്. എടാ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരും ഉത്തരവാദിത്തം പറയും? ഒന്നാമത് ചേച്ചി ഇവിടെ ഇല്ല, ചേട്ടൻ ഇവിടെ ഇല്ല. ഓ അപ്പൊ ഉത്തരവാദിത്തം പറയാനാണോ ഞാനിവിടെ വേണ്ടത്? നീ പറഞ്ഞ നാളെ ഒരു ദിവസം പറഞ്ഞിട്ടല്ല ഭയങ്കര പുരുഷനാണ് നീയാണ് വീട്ടിലെ ഗ്രഹനാഥൻ എന്നൊക്കെ. അതെവിടെ പോയി? അങ്ങനെ ഞാൻ പറഞ്ഞതെല്ലാം കൂടെ അവസാനം എന്നെ ചേറെ കിട്ടിയിട്ട് വായിൽ തുണിയും തിരുവിട്ട് പോയാ സൂപ്പർ വുമൻസ് എല്ലാം കൂടെ. അങ്ങനെ ഇപ്പൊ കള്ളം വന്നാ സൂപ്പർ വുമൻസ് എല്ലാം കൂടെ ഇടിച്ചാൽ ഒതുക്കിയാൽ മതി, ആണുങ്ങൾ വേണ്ടല്ലോ. എടാ കൊള്ളും എല്ലാരും കൂടെ ഒരുമിച്ച് കൊള്ളണ്ടേടാ കേശു. നോക്കി ഇരിക്കത്തേ ഉള്ളൂ, കൊള്ളും എല്ലാം ഒരുമിച്ച് കൊള്ളാനായിട്ട്. എന്തോന്ന് കേശു? ഈ അമ്മായി പറഞ്ഞിടത്തൊന്നും ഞാൻ പണിക്കല്ല പോയത്. കണ്ട അമ്മ എന്തോ കള്ളത്തിനുണ്ട് ഇവന്. ഞാൻ ഇത് കണ്ടുപിടിക്കണോ? നോക്കിക്കോ. ഓ ഉണ്ട്, എനിക്ക് കള്ളത്തിനുണ്ട്. കണ്ടുപിടി. വലിയ ഷെർലക് ഹോംസ് ആണല്ലോ. കണ്ടുപിടിക്കും. ഓ കണ്ടുപിടി. നിനക്ക് വീട്ടുകാരോട് ഒരു സ്നേഹമില്ല. ഇല്ല, എനിക്ക് വീട്ടുകാരോട് സ്നേഹമില്ല, അമ്മയുടെ അമ്മൂമ്മയുടെ ആരോട് സ്നേഹമില്ല. പോരെ കേശു ഒന്ന് അടങ്ങ്. നീ ഒന്ന് അടങ്ങ്. നീ എന്തോ ഇത്ര ദേഷ്യപ്പെടുന്നേ? അല്ലാതെ പിന്നെ ഒരുത്തൻ കഷ്ടപ്പെട്ട് പണി കഴിഞ്ഞ് വേറെ വന്റെയോ വീട്ടിൽ കിടന്നുറങ്ങി ഇങ്ങോട്ട് വന്നപ്പോ വീട്ടില് സമാധാനമില്ല. ഏവന്റെ വീട്ടിൽ ചെന്ന് കിടക്കാതെ ഇങ്ങോട്ട് വന്ന് കിടക്കാനാണ് നമ്മൾ പറഞ്ഞത്. ഗൗരി இப்படி சண்டை போட்டுட்டு கோவில்ல போனா எப்படி? நீ போயிட்டு வாமா. അയ്യോ മോളെ അമ്പലത്തിൽ പോവാണോ? അമ്പലത്തിൽ പോണ്. അയ്യോ മോളെ ഞാനും കൂടെ വരുന്നു. അയ്യോ അമ്മ ഇപ്പം തന്നെ നല്ല ലേറ്റ് ആയി. ഞാൻ പാറുവിനെ വിളിച്ചോണ്ടെന്നാ ഇപ്പൊ ഇവനെ കണ്ടത് ഇവന്റെ കൂടെ അടി ഉണ്ടായി. മക്കളെ ഞാൻ എളുപ്പം ഡ്രസ് മാറിട്ട് വരാം. അമ്മ വരുമ്പോ നല്ല ലേറ്റ് ആവും. ഒരു പൂജ പറഞ്ഞിട്ടുണ്ടമ്മ, നട അടയ്ക്കും. ചെല്ലി പെട്ടെന്ന് പോയിട്ടോ. അയ്യോ അമ്പലത്തിൽ പോകാൻ പറ്റിയോ കോല. നിനക്കുള്ളതേ ഞാൻ തിരിച്ചു വന്നിട്ട് തരാം. തിരിച്ചു വരണ്ട, ഇപ്പൊ തന്നെ പോ. കോവിലില് പോ, அதுதான் நல்லது. அமைதி போ. என்ன கேசு கொஞ்சம் அடங்கு. ഞാൻ അടങ്ങണമെന്നല്ലേ? എന്താ ഞാൻ ചൂടായൊന്നുമല്ല. വീട്ടിൽ വന്ന് കേറിയപ്പോ തന്നെ രാവിലെ ഭയങ്കര സീനെന്ന്. വാ ഞാൻ വിളിക്കാം. ഞാൻ ഒട്ടും നല്ല മൂടിയല്ല. അമ്മായി 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 കേശുടാ അമ്മായി കണ്ട? ഏട്ടാ എന്താടി അമ്മായി കണ്ട? എന്തിനാ ചേട്ടനെന്തിനാ എന്റെ അടുത്ത് ചൂടാവുന്നേ? ഞാൻ നിന്റെ ചൂടായൊന്നുമല്ല, നീ പോയ വേറു. ചേട്ടാ ഇന്നലെ രാത്രി അമ്മായി എന്റെ അടുത്ത് പറഞ്ഞതാ കൊണ്ടുപോ അമ്പലത്തിലെന്ന്. എന്നിട്ട് കൊണ്ടുപോയോ? ഇല്ല, അമ്മയെ കാണാനില്ല. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.